Okay, let's go. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ചൈനയിൽ സൈക്കിൾ വാങ്ങിയിരിക്കുകയാണ്. ആ സൈക്കിൾ ഡെലിവറി എടുക്കാനുള്ള ഒരു പോക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ഷംഫങ് കെ ആണ്. ഞങ്ങളിവനെ അപ്പുക്കുട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പുക്കുട്ടൻ എന്ത് ആവശ്യം പറഞ്ഞാലും നമുക്ക് ചെയ്തു തരാറുണ്ട്. ഇവിടെ ചൈനീസ് ആവശ്യമുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങൾ അപ്പുക്കുട്ടനെ കൊണ്ടാണ് പോകുന്നത്. XDX box. ഗൈസ്, ഇതാണ് സൈക്കിൾ ബോക്സ്. നമ്മുടെ സൈക്കിളാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബൈക്ക് കെട്ടിയിരിക്കുകയാണ്. നമുക്കിനി ബൈക്ക് നേരെ നമ്മുടെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് അസംബിൾ ചെയ്യണം. ഗ്രൗണ്ടിലേക്ക് ഇവിടുന്ന് ഒരു 200 മീറ്ററോളം ഉണ്ട്. അവിടം വരെ നമ്മൾ നൈസായിട്ട് ഇതിങ്ങനെ പൊക്കിയിട്ട് നടന്നു പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ അവസാനം ഗ്രൗണ്ട് എത്തി. ഈ ഗ്രൗണ്ടിലാണ് നമ്മളിന്ന് ഇത് അസംബിൾ ചെയ്യാൻ പോകുന്നത്. ഗ്രൗണ്ടിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അസംബിൾ ചെയ്യാം. അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ നല്ല ക്രൗഡറുമാണ്, ഭയങ്കര സ്പേസും കുറവാണ്. നമ്മൾ വാങ്ങിച്ചേക്കുന്ന ബൈക്ക് എന്ന് പറയുന്നത് ജയൻറ്റ് PCR2 LTD 1 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതാണ് നമ്മുടെ ബൈക്ക്. ഇതൊരു എൻട്രൻസ് ജോമെട്രി റോഡ് ബൈക്കാണ്. ഇതിൻ്റെ ഗ്രൂപ്പ് സെറ്റ് വരുന്നത് ടിയാഗ്ര ആണ്. ടിയാഗ്ര 10/2 ഗ്രൂപ്പ് സെറ്റാണ് ഇതിന് വരുന്നത്. നമ്മളങ്ങനെ അൺബോക്സ് ചെയ്ത് തുടങ്ങി. നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇതിൻ്റെ സെല്ലർ ഇത് പാക്ക് ചെയ്ത് നമുക്ക് അയച്ചേക്കുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് നമ്മൾ ഓരോ പാർട്ട് ബൈ പാർട്ട് അസംബിൾ ചെയ്ത് തുടങ്ങി. ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം വരുന്നത് ജയൻറ്റ് കണ്ടക്ട് ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്സ് ആണ്. പിന്നെ വീൽസ് എല്ലാം ത്രൂ ആക്സിലാണ്. 2 വീൽസും ത്രൂ ആക്സിലാണ് വരുന്നത്. അപ്പോൾ കുട്ടനാണെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും എടുത്തു തരുന്ന തിരക്കിലാണ്. ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ബോക്സ് എല്ലാം അൺബോക്സ് ചെയ്തിട്ട് പുള്ളി പെഡലും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു തന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടനെ ഒരു സൈക്ലിസ്റ്റാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഇതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ട് എല്ലാത്തിനെ പറ്റി. അതുകൊണ്ട് തന്നെ പുള്ളി എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ സൈക്കിൾ വാങ്ങിക്കാനാണെങ്കിലും പുള്ളി തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഹാൻഡിലും അസംബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ഒരുവിധം എല്ലാ പാർട്ടും അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി സീറ്റ് പോസ്റ്റും പെഡൽസും കൂടിയാണ് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ മെയിൻ പാർട്സ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിയും. അങ്ങനെ സീറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് ഗാർമിൻ മൗണ്ടാണ്. ഗാർമിൻ മൗണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അവർ അയച്ചു തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിലൂടെ ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ വേറെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് ഇതിന് സ്യൂട്ടാവത്തില്ല. നമുക്കിതിൻ്റെ കൂടെ കിട്ടിയത് തന്നെ ഇതിന് ഫിക്സ് ചെയ്യേണ്ടി വരും. മലയാളം മലയാളം Malalam. മലയാളം Malayalam. ആ Malayalam. മലയാളം. പെഡൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷിമാനോ SPD പെഡൽസ് ആണ്. അപ്പോൾ അത് റൂമിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെന്തായാലും എടുത്തു. അതും റമ്പും കാര്യങ്ങളും എല്ലാം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് പോന്നു. ഇനി അത് ഇതിലേക്ക് അസംബിൾ ചെയ്യണം. അങ്ങനെ പെഡൽസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂടെ ബാഡ്മിൻ്റൺ കളിക്കുന്ന 2 ചൈനീസ് പയ്യന്മാർ കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ കമ്പോണൻസ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 വീലും എയർ അടിക്കാൻ കൂടിയേ ബാലൻസ് ഉള്ളൂ. അങ്ങനെ എയറും കൂടി അടിച്ച് നേരെ ട്രയൽ അടിക്കാൻ പോവാണ് ഇനി. റെഡി അതിലേ ഹാപ്പി അല്ലേ? എങ്ങനെയുണ്ട് വണ്ടി? ചവിട്ടി നോക്കിയിട്ട് പറയാം. എന്നാ പോട്ടോ. എങ്ങനെയുണ്ട്? നമ്മുടെ ചെറുക്കനെ ഓടിക്കാൻ പോണ. യെസ്. No. Yeah.
അങ്ങനെ അൺബോക്സിങ്ങും അസംബ്ലിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അകത്ത് ബൈക്ക് നമുക്ക് എടുത്തു വെക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി അകത്ത് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം എന്തായാലും ബൈക്ക് റൈഡ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. ആ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.